Dear students, പേജ് 87 ടു ആൻസേഴ്സ് എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പേജ് 88, 89 കൊടുത്തിരിക്കുന്നത്. അത് വളരെ ലെങ്തി ആയിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേജ് 91 ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പേ ടു ആൻസേഴ്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദർ ആർ ടു നമ്പേഴ്സ്, ദെയർ ഡിഫറൻസ് ഈസ് 2 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 15. ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ ഒരു നമ്പർ നമ്മൾ എക്സ് എന്ന് എടുക്കും, ഡിഫറൻസ് ഈസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നമ്പർ നമ്മൾ എക്സ് മൈനസ് 2 എന്ന് എടുക്കും, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2 ആണ് രണ്ടാമത്തെ നമ്പറെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇപ്പോൾ 2 ആണ് ഒരു നമ്പറെങ്കിൽ 2 + 2 4. അപ്പോൾ ഈ 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണല്ലോ. അതേപോലെ എക്സ് പ്ലസ് 2ഉം എക്സും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ദ പ്രൊഡക്റ്റ് ഈസ് 15 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 15 എഴുതാം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 15. എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 2ൻ്റെ ഹാഫ് 1, 1ൻ്റെ സ്ക്വയർ 1 ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെയും ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15 പ്ലസ് 1. ദിസ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. സോ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു 4. സോ എക്സ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ 5ഉം 3ഉം കിട്ടി. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 5ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറായി. 5ഉം 3ഉമാണ് നമ്പേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഒരു നമ്പർ കിട്ടി, ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ആ ആൻസറിൽ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. പക്ഷേ ഈ റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ എടുക്കാനുള്ള കാരണം 16 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ആയതുകൊണ്ടാണ്. അപ്പോൾ റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 എന്നെടുക്കുന്നു. എന്നാൽ 16 നമുക്ക് -4 ഇൻറ്റു -4 എന്ന് എഴുതിക്കൂടെ? -4 ഇൻറ്റു -4ഉം 16 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് 16 എന്നുള്ളതിന് പകരം -4 എന്ന വാല്യൂ എന്തുകൊണ്ട് എടുത്തുകൂടാ? അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ റൂട്ട് കാണുമ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടും. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നോക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 എന്നെടുത്തതിന് പകരം ഇങ്ങനെ ഒരു വാല്യൂം കൂടി എടുത്തു വിചാരിക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു -4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 -4 ഈ പ്ലസ് 1 അങ്ങോട്ട് പോയാൽ -1 ദാറ്റ്സ് ഈക്വൽ ടു -5 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ നമ്പറായ എക്സ് പ്ലസ് 2 എന്നത് -5 പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു -3 ആയിരിക്കും. ഈ -5ഉം -3 എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണുമ്പോൾ ഗ്രേറ്റർ നമ്പർ ആദ്യം എഴുതും, എന്നിട്ട് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യും സ്മോളർ നമ്പർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇനി പ്രൊഡക്റ്റ് -5 ഇൻറ്റു -3 ഈസ് ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. The difference of two numbers is 2 and the product is 15. Then what are the numbers? അപ്പോൾ what are the numbers എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -5 ആൻഡ് -3. ഓക്കെ, അപ്പോൾ -5 ഇൻറ്റു -3 15 ആണ്. -5ഉം -3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമ്മൾ ആൻസേഴ്സ് ആയിട്ട് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഓക്കെ ഏതൊക്കെയാണ്? -5ഉം -3 ആണ്. ഇത് ശരിയാണ്. നേരത്തെ കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 5ഉം 3ഉം, അതും ശരിയാണ്. അപ്പോൾ രണ്ട് ഉത്തരങ്ങൾ, 2 ആൻസേഴ്സ് ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ രണ്ട് ഉത്തരത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ
റൂട്ട് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ പോരാ, എന്തെടുക്കണം, നെഗറ്റീവ് വാല്യൂ കൂടെ എടുക്കണം. അങ്ങനെ രണ്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഉത്തരങ്ങൾ കിട്ടും എന്നാണ്. ഓക്കെ, പക്ഷേ ഈ കിട്ടുന്ന രണ്ട് ഉത്തരങ്ങളും ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ആക്സെപ്റ്റബിൾ ആണ്, പക്ഷേ എല്ലായ്പ്പോഴും ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് നമ്പേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞു. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 15, രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 2. ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഒക്കെ വരാം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന രണ്ട് ആൻസറും ശരിയാണ്. ഓക്കെ, പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന രണ്ട് ആൻസേഴ്സും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഈ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞിരിക്കുക. ബ്രെഡ്ത്ത് എത്രയാണോ അതിനേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് + 2 എന്ന് എടുക്കും. എന്നിട്ട് അതിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ x × x + 2 = 15 എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് വെച്ചിട്ടുള്ള രണ്ട് വാല്യൂസ് കിട്ടും, 5ഉം 3ഉം കിട്ടും. നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ, അതായത് √16 = -4 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഈ 5ഉം 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബ്രെഡ്ത്തും ലെങ്ത്തുമാണ്. ഓക്കെ, ഇവിടെ -5 -3 കൊണ്ട് ഉദ്ദേശിക്കുന്നതും ബ്രെഡ്ത്തും ലെങ്ത്തുമാണ്. പക്ഷേ ബ്രെഡ്ത്തും ലെങ്ത്തും ഒക്കെ മെഷേഴ്സാണ്, ലെങ്ത്തിൻ്റെ മെഷേഴ്സാണ്. ആ ലെങ്ത്തിൻ്റെ മെഷേഴ്സ് ഒരിക്കലും നമ്മൾ നെഗറ്റീവിൽ പറയാറില്ല, നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പറയാറില്ല. ഓക്കെ, ഒരാളുടെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ 160 സെൻറ്റിമീറ്റർ എന്ന് പറയാമെന്നല്ലാതെ -160 സെൻറ്റിമീറ്റർ എന്ന് പറയാറില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ, അതായത് ബ്രെഡ്ത്തും ലെങ്ത്തും ഏരിയയും തന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണെങ്കിൽ നമ്മൾ ഈ ആൻസറെ പരിഗണിക്കാൻ പറ്റൂ, ഈ ആൻസർ പരിഗണിക്കാൻ പറ്റില്ല, ബിക്കോസ് ലെങ്ത് ഈസ് നോട്ട് മെഷേഴ്സ് ഇൻ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കിക്കളയും. ഈ ആദ്യത്തെ ഉത്തരം മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ രണ്ട് ഉത്തരങ്ങൾ കാണും. രണ്ട് ഉത്തരങ്ങൾ കാണുമ്പം രണ്ടും ആക്സെപ്റ്റബിൾ ആണോ അല്ലേ എന്ന് നോക്കും. രണ്ടും ആക്സെപ്റ്റബിൾ ആണെങ്കിൽ രണ്ടും ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഒന്ന് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തത് നമ്മൾ ഒഴിവാക്കും. ഇതേപോലെ ആ ക്വസ്റ്റ്യൻ്റെ സന്ദർഭം അനുസരിച്ച് ആക്സെപ്റ്റബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാവുന്ന. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടുത്തരം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി പേജ് 91 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ആൻസേഴ്സ് എന്നുള്ള ഭാഗമാണ്. 2 ആൻസേഴ്സ്, അതിൽ ക്വസ്റ്റ്യൻ 1 പേജ് 91 അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് നമ്പർ ഈസ് 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഒരു നമ്പറും അതിനേക്കാൾ 2 കൂടുതലായിട്ടുള്ള മറ്റൊരു നമ്പറും, ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 168 കിട്ടും എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇപ്പം നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത് ഒന്ന് എക്സ്, മറ്റേത് x+2. അതായത് ഒരു നമ്പർ എത്രയാണോ അതിനേക്കാൾ 2 കൂടുതലാണ് മറ്റേ നമ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 168 ആണ്. അപ്പോൾ x × x+2 ഈസ് ഈക്വൽ ടു 168 എന്ന് എടുക്കും. സോ x² + 2x, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്, x × x, x × 2 ഈസ് ഈക്വൽ ടു 168. അപ്പോൾ x² + 2x വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും 1 ആഡ് ചെയ്യുന്നു. ദിസ് ഈസ് x+1 whole square. This is 169. 169ൻ്റെ റൂട്ട് എത്രയാണ്? is equal to 13 എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ x+1 is equal to √116 and that is equal to 13 എടുക്കും. ഓക്കെ, പക്ഷേ ഇത് പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു റൂട്ട് വരുന്ന സമയത്തൊക്കെ ഇനി രണ്ട് ഉത്തരങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂസ് എടുക്കണം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും എടുക്കുക എന്നുള്ളതിന് പകരം നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുക്കും. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും പ്ലസ് ഓർ മൈനസ് വരും.
169 റൂട്ട് 13 ആണ്. ഇതിൻ്റെ മുമ്പിലാണ് പ്ലസ് ഓർ മൈനസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും മുമ്പിൽ പ്ലസ് ഓർ മൈനസ് ഇടാം. അപ്പോൾ x+1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 13 ഉണ്ട്, നെഗറ്റീവ് 13 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13. ഇനി +1 അങ്ങോട്ട് പോയാൽ -1 ആയി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക: പോസിറ്റീവ് 13 -1 1, മറ്റേത് നെഗറ്റീവ് 13 -1. ഇവിടെ മാത്രമേ സൈൻ മാറുള്ളൂ. അപ്പോൾ 13 - 1 ഈസ് ഈക്വൽ ടു 12, നെഗറ്റീവ് 13 - 1 ഈസ് ഈക്വൽ ടു -14 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സിന് 12 എന്നുള്ള വാല്യൂ സ്വീകരിക്കാം, -14 എന്നുള്ള വാല്യൂ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 12, ദെൻ രണ്ടാമത്തെ നമ്പർ ഏതാണ്? x+2 ആണ്. x+2 ഈസ് ഈക്വൽ ടു 12+2 ഈസ് ഈക്വൽ ടു 14. അപ്പോൾ നമ്പേഴ്സ് ആർ 12 ആൻഡ് 14 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സിൻ്റെ രണ്ടാമത്തെ വാല്യൂ സ്വീകരിക്കുന്നു. ഏതാണ്? ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു -14, then x+2 is equal to -14 + 2, that is equal to -12 എന്ന് കിട്ടി. അപ്പോൾ ഈ -12ഉം -14ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? -14നേക്കാൾ 2 കൂടുതലാണ് -2. ഇത് രണ്ടും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 168 കിട്ടും. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് ആവും. 12 × 14 is equal to 168 എന്ന് കിട്ടും. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ ഇതും ഈ രണ്ട് വാല്യൂസ് -14 ആൻഡ് -2 എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ്. അതേപോലെ തന്നെ 12 ആൻഡ് 14 എന്നുള്ളതും ഉത്തരമാണ്. ബിക്കോസ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിനേക്കാൾ 2 കൂടുതലായ മറ്റൊരു നമ്പർ, ഈ രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 168 കിട്ടിയെന്നാണ്. നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്പേഴ്സ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഏതും ആകാം. അപ്പോൾ ദിസ് ആൻസർ ഈസ് എന്താണ്? കറക്റ്റ് ഓൺലി. അപ്പോൾ രണ്ട് ആൻസറും ഇവിടെ സ്വീകരിക്കാം മനസ്സിലാക്കാം. പേജ് 91 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ 2 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ 2 ഉത്തരങ്ങളും അക്സെപ്റ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. സമ്മ് 4 ആയിട്ടുള്ള പ്രൊഡക്റ്റ് 2 ആയിട്ടുള്ള 2 നമ്പേഴ്സ് കണ്ടെത്താനാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ 2, സം ഈസ് 4. ഓക്കെ, സം 4 പ്രൊഡക്റ്റ് 2. ഓക്കെ, ഇപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സമ്മ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, അതിൽ സമ്മ് 4 ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സായിട്ട് എടുക്കുന്നത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ നമ്പർ എക്സ് എന്ന് എടുക്കുന്നു. ഈ എക്സും മറ്റേ നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 4 കിട്ടുക. കാരണം സമ്മ് 4 എന്നല്ല പറഞ്ഞത്. അപ്പോൾ 4ൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. എങ്കിൽ നിങ്ങൾക്ക് ഇതറിയില്ല വിചാരിക്കുക, 5 അറിയുള്ളൂ. എങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 7ൽ നിന്ന് 5 കുറച്ചാൽ മതി. 7 - 5 ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ കിട്ടും, രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ അതേപോലെ ഇവിടെ നമ്പേഴ്സിൽ ഒന്ന് എക്സ് ആണെങ്കിൽ സമ്മ് 4 ആയതുകൊണ്ട് 4ൽ നിന്ന് ഈ എക്സ് കുറച്ചാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ 2 നമ്പേഴ്സ് ഇത് രണ്ടുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എത്രയാണെന്ന് പറയുന്നു? 2 ആണെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2. പ്രൊഡക്റ്റ് ഈസ് 2 എന്ന് പറഞ്ഞതുകൊണ്ട് x × 4 - x ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതും. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 4x - x² ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ x² ആദ്യം എഴുതണം, -x² + 4x. ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പ്ലസ് തുടക്കത്തിലായതുകൊണ്ട് എഴുതിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ടേം ആയി വരുമ്പോൾ പ്ലസ് എഴുതണം. ഓക്കെ, ഈസ് ഈക്വൽ ടു 2. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഓർക്കുക, എങ്ങനെ നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇക്വേഷന്. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ മാറും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ -1 ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ എന്നുള്ള ഓർക്കുക, കംപ്ലീറ്റ് എഴുതുന്നില്ല എന്ന് മാത്രം.
അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ മാറും. നെഗറ്റീവ് എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ ആവും, 4x എന്നുള്ളത് മൈനസ് 4x ആവും, 2 എന്നുള്ളത് മൈനസ് 2 ആവും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x = -2 എന്നായി മാറി. ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഓർക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x, ഈ 4ൻ്റെ പകുതി 2, ആ 2ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, ഈ റൈറ്റ് സൈഡിലും 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്ക്വയറായി മാറും. ഈ എക്സ് എഴുതുന്നു, ഈ 2 എഴുതുന്നു, ഇവിടെ വന്നിരിക്കുന്ന സൈൻ മൈനസ് ആയതുകൊണ്ട് മൈനസ് എഴുതുന്നു. അപ്പോൾ x - 2 ഹോൾ സ്ക്വയർ = 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, ഇവിടെ -2, 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആയി മാറും. അപ്പോൾ x - 2 ഹോൾ സ്ക്വയർ = 2 ആണെങ്കിൽ x - 2 √2 എന്ന് വരും. അപ്പോൾ √2 കാണുമ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ പോരാ, അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ എടുക്കുക. അപ്പോൾ +or - √2 എന്ന്. അപ്പോൾ √4 ആയിരുന്നെങ്കിൽ നമുക്ക് 2 എന്ന് എഴുതാം, √9 ആണെങ്കിൽ 3 എന്ന് എഴുതാം. പക്ഷേ √2ന് അങ്ങനെ കൃത്യമായിട്ടൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല. √2ൻ്റെ വാല്യൂ ഏകദേശം 1.414 ആണെന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ √2 +or - √2 എന്ന്. അപ്പോൾ വാട്ട് ഈസ് എക്സ്? അപ്പോൾ എക്സ് കിട്ടാൻ x = +or - √2, ഈ -2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +2 ആവും. ഓക്കെ, +or - √2 +2. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എക്സിന് രണ്ട് വാല്യൂസ്, ഒന്ന് +√2 +2, -√2 +2. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് √2 ആകുമ്പോൾ പ്ലസ് സൈൻ ഇടേണ്ട കാര്യമില്ല. √2 +2, ഈ പോസിറ്റീവ് റൂട്ട് എടുത്തു. അടുത്തത് -√2, നെഗറ്റീവ് √2 +2. ഇങ്ങനെ രണ്ട് വാല്യൂസായി. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസായി. എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ 4 - x-നും രണ്ട് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ എക്സ് ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ 4 - x എന്തായിരിക്കും എന്ന് നോക്കുക. അതാണ് ഒരു ആൻസർ. ഓക്കെ, ഇനി എക്സ് ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ 4 - x എന്തായിരിക്കും, അതാണ് രണ്ടാമത്തെ ആൻസർ. അങ്ങനെ രണ്ട് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം ഇഫ് x = √2 +2, ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ 2 ആദ്യം എഴുതുന്നു, √2 പിന്നെ എഴുതുന്നു. അപ്പോൾ 2 + √2 എന്ന് ഇതിനെ മാറ്റി എഴുതാം. അതേപോലെ ഇതിനെ എങ്ങനെ എഴുതാം? 2 - √2. ഇവിടെ മൈനസ് തുടങ്ങണ്ട എന്നുള്ള നിലക്കാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ടേം ആദ്യം എഴുതുന്നു, നെഗറ്റീവ് ടേം എഴുതുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ ഫോമിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഈ 2 ആദ്യം എഴുതുന്നു, മറ്റേത് എഴുതുന്നു. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 + √2, 2 - √2. ഇനി ഇത് എക്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇഫ് x = 2 + √2, ദെൻ വാട്ട് ഈസ് 4 - x? ഇവിടെ 4 - x ആണ് രണ്ടാമത്തെ നമ്പർ. ഓക്കെ, അപ്പോൾ 4 - ഏത്, ഇത് മൊത്തം മൈനസ് ചെയ്യണം. 2 + √2 എന്ന നമ്പർ, അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ എഴുതി. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്രാക്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ പുറത്തായിട്ട് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ എല്ലാം സൈൻ മാറും. പോസിറ്റീവ് നമ്പർ നെഗറ്റീവായി മാറും, നെഗറ്റീവ് നമ്പർ പോസിറ്റീവായി മാറും. അപ്പോൾ ഈ 2 എന്നുള്ളത് പോസിറ്റീവാണ്, ഈ +2 √2 എന്നുള്ളതും പോസിറ്റീവാണ്. അപ്പോൾ അത് രണ്ടും എന്തായി മാറും? നെഗറ്റീവായി മാറും. സോ ദാറ്റ്സ് = 4 - 2 - √2 എന്ന് വരും. അപ്പോൾ 4 - 2 എന്നാൽ 2 ആണ്. സോ 2 - √2 എന്ന് വരും. ഇതാണ് എന്ത് 4 - x, 4 - x എന്നുള്ള രണ്ടാമത്തെ നമ്പർ. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 4 എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പ്രൊഡക്റ്റ് 2 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സിൽ ഒരു നമ്പർ ഏതാണ്? 2 + √2 എന്നുള്ള ഒരു നമ്പറാണ്. അതാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ 4 - x അതെന്തായിരിക്കും? 2 - √2 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇഫ് x = 2 - √2, ഇതാണ് x എങ്കിൽ ദെൻ 4 - x എന്ന് പറയുന്ന രണ്ടാമത്തെ നമ്പർ 4 - 2 - √2 എന്നതാണ്. 2 - അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 എഴുതി, ഈ പോസിറ്റീവ് നെഗറ്റീവായി, ഈ നെഗറ്റീവ് പോസിറ്റീവായി. ഓക്കെ, അപ്പോൾ 4 - 2 = 2, 2 എന്ന് എഴുതി, 2 + √2. അപ്പോൾ 4 - x എന്നുള്ളത് എന്താണ്? 2 + √2 ആണ്. അപ്പോൾ x 2 - √2 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പറായ 4 - x എന്നുള്ളത് 2 + √2 ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 കിട്ടും. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
2ഉം കിട്ടും. അത് അങ്ങനെയാണ് കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതേപോലെ തന്നെ എക്സ് 2 + √2 ആണെങ്കിൽ 4 - x എന്ന് പറയുന്ന രണ്ടാമത്തെ നമ്പർ 2 - √2 ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 4 കിട്ടണം. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം കിട്ടണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വിചാരിക്കുക, നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇതൊന്നും പരീക്ഷ എക്സാമിനേഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈ സമ്മ് 4 ആണോ പ്രൊഡക്റ്റ് 2 ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ 2 + √2ഉം 2 - √2ഉം, ഇത് 2 - √2, ഇത് 2 + √2 രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് √2 - √2 കൂടെ 0 ആവും. √2 - √2 0 ആയി. പിന്നെ ബാക്കി ഉണ്ടാവുക 2 + 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പോൾ സമ്മ് എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ സമ്മ് 4 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 + √2 ഇൻറ്റു 2 - √2. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, സെയിം നമ്പേഴ്സ് 2 √2 പ്ലസ് മൈനസ് എന്നുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലായി. അങ്ങനെ ഫോമിലാകുമ്പോൾ x² - y² എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഇതിനെ എഴുതാം. അതായത് 2² - √2² എന്ന ഫോമിലേക്ക് എഴുതാം. ഓക്കെ, 2² 4 ആണ്. 4 - √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. √5ൻ്റെ സ്ക്വയർ 5 ആണ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ √2ൻ്റെ സ്ക്വയർ 2 ആയി. അപ്പോൾ 4 - 2 = 2. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. സമ്മ് കണ്ടപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ സമ്മ് 4 ആണ്, പ്രൊഡക്റ്റ് 2 ആണ്. ശരിയായി വരുന്നുണ്ട്. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 2 + √2 എന്നും 4 - x എന്നുള്ള രണ്ടാമത്തെ നമ്പർ 2 - √2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ എക്സ് 2 - √2 എന്ന് എടുത്തപ്പം 4 - x കിട്ടി. എന്താണ്? 2 + √2 ആണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തതും പിന്നെ മൾട്ടിപ്ലൈ ചെയ്തതും. ഓക്കെ, 2 + √2ഉം 2 - √2 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തതും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് 4 കിട്ടും. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഫസ്റ്റ് നമ്പർ, ഇത് മറ്റൊരു നമ്പറാണ്. ഇതിങ്ങനെ ബ്രാക്കറ്റ് എഴുതിയാൽ രണ്ടും വെവ്വേറെ നിങ്ങൾക്ക് വേഗം തിരിച്ചറിയാം. ബ്രാക്കറ്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബ്രാക്കറ്റിൽ എഴുതി ഇവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പറും ആഡ് ചെയ്യുന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം, ബിക്കോസ് ഹിയർ ദ സൈൻ ഈസ് പ്ലസ് വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറുകയും നെഗറ്റീവ് പോസിറ്റീവായി മാറുകയും ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഇവിടെ 2 ആൻസേഴ്സ് നമ്മൾ കണ്ടു. ഈ 2 ആൻസേഴ്സും എന്താണ്? ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസേഴ്സാണ്. രണ്ടും ശരിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. How many terms of an arithmetic sequence 99, 97, 95 etc. must be added to get 900? Okay, 99, 97, 95 എന്നുള്ളത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 99, 97, 95 etc. ഇതിൽ എത്ര ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 കിട്ടുമെന്നാണ് ചോദ്യം. സമ്മ് ഈക്വൽ ടു 900 ആവണമെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്യണം? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സമ്മ് 900 ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മ് കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ദാറ്റ് ഫോർമുല ഈസ് ഈക്വൽ ടു 900 എന്ന് എഴുതിയിട്ട് അവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ് ചെയ്യുക. സമ്മ് കാണാനുള്ള പലത് ഫോർമുലയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സമ്മ് കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ എക്സസൈസിലൊക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഫോർമുല സമ്മ് എന്താണ്? ഹാഫ് an ഇൻറ്റു n+1 പ്ലസ് nb. ഇതാണ് സമ്മ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 900. ഇവിടെ എ എന്താണ് ബി എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ,
എ ഈസ് ഈക്വൽ ടു എന്താണ് ഡി ആണ് ഡി. അപ്പോൾ 97 മൈനസ് 99 ദാറ്റ്സ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. 99 മൈനസ് 97 അല്ല, 97 99 കുറയ്ക്കുന്നു, -2 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. ഇനി ബി എന്താണെന്ന് നോക്കാം. ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി ആണ്. എഫ് മൈനസ് ഡി, എഫ് ഈസ് ഈക്വൽ ടു 99 മൈനസ് എന്താണ് ഡി, ഡി ഈസ് -2. അപ്പോൾ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വാട്ട്, പ്ലസ് ആയി മാറും. അപ്പോൾ 99 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 101. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 101 എന്നും എ ഈസ് ഈക്വൽ ടു -2 എന്നും കിട്ടി. അത് നമ്മളിവിടെ കൊടുത്താൽ ഹാഫ് ഇൻറ്റു എ -2 പിന്നെ n ഇൻറ്റു n പ്ലസ് 1. അതിലൊരു മാറ്റമില്ല, കാരണം n ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എത്ര നമ്പേഴ്സ് എത്ര ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 900 കിട്ടുമെന്നാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, പ്ലസ് n ഇൻറ്റു ബി, ബി ഈസ് 101 ദാറ്റ്സ് ഈക്വൽ ടു 900. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. അപ്പോൾ ഈ 2ഉം 2 തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ പിന്നെ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു n ഉണ്ടാവുക, നെഗറ്റീവ് n മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവും. നെഗറ്റീവ് n ഇൻറ്റു n എന്തായി, നെഗറ്റീവ് n². ഓക്കെ, ഈ 2ഉം 2ഉം ക്യാൻസലായി, നെഗറ്റീവ് സൈൻ അവിടെ തന്നെ ഉണ്ടാവും. നെഗറ്റീവ് n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് n ആവും. ആ നെഗറ്റീവ് n കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള n മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -n². സോ ദാറ്റ് ഈസ് -n². പിന്നെ ഇവിടെ ബാക്കിയുള്ള നെഗറ്റീവ് n-ഉം 1-ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -n പ്ലസ് ഇവിടെ n ഇൻറ്റു 101 എന്ന് പറഞ്ഞാൽ 101n ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 900 എന്ന്. ഓക്കെ, ഇപ്പോൾ -n² മൈനസ് n പ്ലസ് 101n എന്ന് പറഞ്ഞാൽ 101n മൈനസ് 1n. അപ്പോൾ എത്ര എണ്ണായി മാറും, 100n ആയി മാറും. 101 എന്നിൽ നിന്നും ഒരു n കുറച്ചാൽ പിന്നെ അവിടെ 100n ആയി മാറും. അപ്പോൾ ഇവിടെ -n² പ്ലസ് 100n ഈസ് ഈക്വൽ ടു 900 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയമുണ്ട്, നെഗറ്റീവിൽ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈയിങ് ബൈ -1. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ മാറും. ഇത് പോസിറ്റീവ് n² ആവും, അടുത്തത് -100n ആവും, ഈസ് ഈക്വൽ ടു -900 എന്ന് വരും. ഇനി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഈ 100ൻ്റെ പകുതിയുടെ വർഗം രണ്ട് ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ n² മൈനസ് 100n പ്ലസ് 100ൻ്റെ പകുതി 50, 50ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെയും അതേപോലെ തന്നെ 50ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് സ്ക്വയറായി മാറും. ഈ n ആദ്യം എഴുതുന്നു, ഈ 50 എഴുതുന്നു, ഇവിടെ സൈൻ മൈനസ് ആയതുകൊണ്ട് മൈനസ് എഴുതുന്നു, ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ആണ്. 2500 മൈനസ് 900. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്, 1600 എന്ന് കിട്ടി. അപ്പോൾ n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1600 ആണെങ്കിൽ n മൈനസ് 50 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1600 പ്ലസ് ഓർ മൈനസ് എന്ന് ചേർക്കുക. 16ൻ്റെ റൂട്ട് 4 ആണ്, പിന്നെ 2 സീറോസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1600ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 40 ആയിരിക്കും, 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, n മൈനസ് 50 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40 എങ്കിൽ n ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40. ഈ -50 അങ്ങോട്ട് പോയാൽ +50 എന്നാവും. ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പോസിറ്റീവ് 40 പ്ലസ് 50, നെഗറ്റീവ് 40 പ്ലസ് 50. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് 40 പ്ലസ് 50 ഒരു വാല്യൂ, മറ്റേത് പോസിറ്റീവ് 40 പ്ലസ് 50. പോസിറ്റീവ് നെഗറ്റീവ് എടുത്തു. അപ്പോൾ നെഗറ്റീവ് 40 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 10 ആണ്. 40 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 90. അപ്പോൾ n ഈസ് ഈക്വൽ ടു 10 ആൻഡ് 90 എന്ന് കിട്ടി. ഓക്കെ, രണ്ട് ആൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ടേംസ് 10 അല്ലെങ്കിൽ 90 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഈ സീക്വൻസിലെ
10 ടേംസിൻ്റെ സമ്മാണെന്ത് 900, അല്ലെങ്കിൽ 90 ടേംസിൻ്റെ സമ്മാണ് 900. ഓക്കെ, 10 ടേംസ് ആഡ് ചെയ്താലും 900 കിട്ടും, 90 ടേംസ് ആഡ് ചെയ്താലും 900 കിട്ടും എന്നാണ്. അങ്ങനെ രണ്ട് ആൻസർ ഇവിടെ വരുന്നുണ്ട്. ആ രണ്ട് ആൻസറും ശരിയാണ്. ഓക്കെ, അപ്പോൾ 10 ടേംസിൻ്റെ സമ്മ് 900 ആണെങ്കിൽ 90 ടേംസിൻ്റെ സമ്മ് എങ്ങനെയാണ് 900 ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവും അല്ലേ. അത് അങ്ങനെ വരും. അങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ നോക്കാം, 10, 8, 6, 4, 2, 0, -2, -4, -6 ഇങ്ങനെ വിചാരിക്കാം. ഇതിലെ ഈ എല്ലാ ടേംസും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 2, 4, 6, 8, 9 ടേംസ്. ഈ 9 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക നോക്കാം. ഇവിടെ -6 ഉണ്ട്, +6 ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0. 4ഉം -4ഉം 0 ആവും. 2ഉം -2ഉം 0. പിന്നെ ഒരു 0, അത് ഓൾറെഡി 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഭാഗം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് എന്താണ്? 10ഉം 8ഉമാണ്. അപ്പോൾ ഇത്രയും ടേംസ്, അതായത് 2, 4, 6, 8, 9, സം ഓഫ് 9 ടേംസ്, 9 ടേംസ് എത്രയാണ്? 10 + 8 18 ആണ്. എന്നാൽ ഇതിലെ ഈ രണ്ട് ടേംസ് മാത്രം സം ചെയ്താലോ? അപ്പോഴും കിട്ടുന്നത് എന്താണ്? 18 ആണ്. ഓക്കെ, സം ഓഫ് 2 ടേംസ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ ഈ രണ്ടും ശരിയാകുന്നില്ലേ? സം ഓഫ് 2 ടേംസും 18 ആണ്, സം ഓഫ് 9 ടേംസും 18 ആണ്. അതേപോലെ തന്നെ ഇതിലും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കുക, 99, 97, 95 ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഓക്കെ, അപ്പോൾ 0 പാസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് പോകും. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം ഇതേപോലെ നെഗറ്റീവും പോസിറ്റീവും സെയിം നമ്പേഴ്സ് വന്നിട്ട് 0, 0, 0 ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഈ 90 ടേംസിൻ്റെ സമ്മും 10 ടേംസിൻ്റെ സമ്മ് രണ്ടും എന്തായി മാറുന്നത്? 900 ആയി മാറുന്നത്. ഇവിടെ ഈ തന്ന എക്സാമ്പിൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ എക്സസൈസിലുള്ള 3 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ കീഴെ 2-3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. സി യു നെക്സ്റ്റ് ഡേ.